വ്യത്യസ്തതയും പുതുമയും എന്നും ആഗ്രഹിക്കുന്നവരാണ് ഓരോ മനുഷ്യരും. അത്തരത്തിൽ വളരെ വ്യത്യസ്തവും പുതുമയുമാർന്ന ഒരു കാര്യം നടപ്പിലാക്കിയ ഒരാളാണ് ഇന്ന് നമസ്തേ കേരളത്തിലെ അതിഥി അനസ് റഹീം ജെ. ARJ വെഞ്ഞാറമൂട് എന്ന പേരിലും അറിയപ്പെടുന്ന അനസ് റഹീം, നമസ്തേ കേരളത്തിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സെൽഫിയിലൂടെ ഒരു ഷോർട്ട് ഫിലിം, അതും ലോകത്ത് തന്നെ ആദ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇതൊരു നിമിത്തമായതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് വൈശാഖ് മേൽപ്പാടം എന്നാണ് പുള്ളിയുടെ പേര്. ആലപ്പുഴ സ്വദേശിയാണ് എങ്കിലും അദ്ദേഹം ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലൊരു ഫാൻസി സ്റ്റോർ നടത്തുന്നു. അപ്പോൾ ഈ പുള്ളിയുടെ മൊബൈലിൽ ഒരു ഡൗൺലോഡ് സോഫ്റ്റ്വെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ പാട്ട് അതുപോലെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുക, അതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളിലൊക്കെ മ്യൂസിക്കൊക്കെ സംഗീതം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പുള്ളി എന്നോട് തന്നെ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ട് ചോദിച്ചായിരുന്നു, എടാ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ അവൻ പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതുപോലെ ഞാൻ എടുത്ത ഈ സെൽഫി ആയിട്ട് എടുത്ത ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ വൈശാഖ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് തന്നായിരുന്നു ഫോണിലൂടെ. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ വൈശാഖിനോട് ചോദിച്ചു, എടാ എങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം എടുത്താലെന്ത്, അതും സെൽഫി ആയിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്താലെന്ത് എന്ന് ചിന്തിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ നീ അതിൻ്റെ വർക്കുകൾ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു കഥയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ ആരെയും കൂട്ടാതെ എൻ്റെ നോക്കിയ X2 എന്ന് പറയുന്ന ഫോണിൽ ചിത്രീകരണം തുടങ്ങുകയായിരുന്നു. പൂർണ്ണമായിട്ടും സെൽഫി ആയിട്ടാണ് ആദ്യമൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ വിപിൻ, അതുപോലെ വിനയൻ, പ്രച്ചുകുമാർ, എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവരെ 3 പേര് കാണിക്കാനിടയായി. അപ്പോൾ അവർ കാണിക്കാനിടയായപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു. അവിടെ ഇത് എന്തായാലും കൊള്ളാം, നീ ഒരു കാര്യം ചെയ്യണം, ഇത് പൂർണ്ണമായിട്ടും സെൽഫി ആണെങ്കിലും ഒരു 2 ചെറിയ മൂവിങ് ഷോട്ടും കൂടി ഇതിൽ ചേർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം 2 ചെറിയ മൂവിങ് ഷോട്ടും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൈശാഖ് മേൽപ്പാടം അവൻ തൻ്റെ ഫോണിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഇത് എഡിറ്റ് ചെയ്തു, എഫക്ട്സ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചെയ്തായിരുന്നു. പക്ഷെ അത് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഷൂട്ടിങ് 2 ദിവസം കൊണ്ട് തീർന്നെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മാസത്തോളം ഇതിൻ്റെ എഡിറ്റിംഗ് പ്രവർത്തനങ്ങളുമായിട്ട് ശ്രമിച്ചായിരുന്നു. അനസ്, നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നത്, പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർ ആലോചിക്കും ഇമേജസ് മാത്രമാണ്, സ്റ്റില്ലുകൾ മാത്രമാണ് പലപ്പോഴും സെൽഫി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്. ഒരു മൂവിങ് ഷോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഡോക്യുമെന്ററി, ഒരു ചെറിയ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ കൗതുകം തന്നെ ഉണ്ടാവും. നമുക്കത് കണ്ടു നോക്കിയതിന് ശേഷം മടങ്ങി വരാം. സുഹൃത്തിന്റെ വെല്ലുവിളി സ്വീകരിച്ച് വായനയ്ക്കായി തിരഞ്ഞെടുത്ത അത്ഭുത പുസ്തകം. യുക്തിവാദി എന്ന എന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ ഭയം നിറച്ച രാത്രിയായിരുന്നു ആ പുസ്തകം എനിക്ക് സമ്മാനിച്ചത്. രാത്രി വണ്ടിയുടെ ദുരൂഹമായ ചൂളം വിളി പോലെ വായനയുടെ ലോകം എന്റെ ചിന്തകളിലൂടെ ചീർപ്പാഞ്ഞുകൊണ്ടേയിരുന്നു. ഉറങ്ങാൻ കിടന്നെങ്കിലും ആകെ അസ്വസ്ഥനായിരുന്നു ഞാൻ. വായിച്ചു തീർക്കാത്ത കഥയിലെ കഥാപാത്രമായിരുന്നു മനസ്സ് നിറയെ. അനസ്, തീർച്ചയായും ഒരു പതിവ് സിനിമയുടെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന കാര്യത്തിൽ. യൂട്യൂബിൽ ഇതിന്റെ ടീസർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ട്രെയിലേഴ്സ് ഇട്ടിരുന്നു, ഒരുപാട് മികച്ച പ്രതികരണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണ്ടി വന്നു ഇത്തരമൊരു സംരംഭത്തിൽ? മുന്നൊരുക്കം എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് അയ്യേ എന്ന പേരിലൊരു അർജുൻ വെഞ്ഞാറമൂട് സംവിധാനം ചെയ്ത അയ്യേ എന്ന പേരിലൊരു കോമഡി ഷോർട്ട് ഫിലിമിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. ആദ്യമായിട്ട് അഭിനയിച്ച അതിലാണ്.
അപ്പം അത് നല്ല ഒരുപാട് അഭിപ്രായങ്ങളോടൊപ്പം തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേടിത്തരികയുണ്ടായി. അപ്പോൾ ആ ഒരു പിന്നെ വിമർശനങ്ങൾക്ക് മറുപടി എന്നോണം സെൽഫി വിത്ത് സോൾ എന്ന് പറയുന്നൊരു സിനിമ എങ്ങനെയായാലും ഞാനത് എടുത്ത് യൂട്യൂബിൽ ഇടുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ അത് സെൽഫി വിത്ത് സോള് പിന്നെ യൂട്യൂബിൽ ഇടുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ട്രെയിലറുകൾ നമ്മൾ പുറത്തിറക്കി. പിന്നെ ഷാറൂഖ് സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്രൊമോട്ടർ ഉണ്ടായിരുന്നു, വെഞ്ഞാറമൂട്ടിലുള്ളതാണ്. പുള്ളി പിന്നെ ഒരു സെൽഫി വിത്ത് സോൾ എന്ന പേരിൽ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങുകയും ആ പേജിലൂടെയാണ് ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ ആമുഖമായിട്ട് 2-3 ട്രെയിലറുകൾ പുറത്തിറക്കുകയുണ്ടായി. അപ്പോൾ ആ ട്രെയിലറിൽ പുറത്തിറക്കിയതോടുകൂടി പിന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഇതെന്താണ്, ഇത് പിന്നെ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അറിയാൻ ആകാംക്ഷ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. പിന്നീട് അത് യൂട്യൂബിൽ ഇടുക ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് യൂട്യൂബിൽ ഇട്ടതിന് ശേഷം എൻ്റെ ഒരു മാധ്യമ സുഹൃത്തായ ഷാ മുഹമ്മദ് കാണുകയും അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു പത്രത്തിൻ്റെ വാർത്ത കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. പിന്നീടാണ് അത് പത്രത്തിലും അതുപോലുള്ള മീഡിയാസിലൊക്കെ അത് വന്നു തുടങ്ങിയത്. അതും മാത്രമല്ല, ഇത് ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ ഉറക്കം എഴുന്നേറ്റിരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് ഒരു ഹൈ ആംഗിൾ ഷോട്ടിന് വേണ്ടിയിട്ട് ഞാനത് ഫാനിൻ്റെ ലീഫിലാണ് അത് ക്യാമറ വെച്ച് എടുത്തിരിക്കുന്നത്. അതുപോലെ പിന്നെ ഉറക്കം എഴുന്നേറ്റിരിക്കുന്ന ഒരു വേറൊരു രംഗത്തിൽ സൈഡിൽ മേശപ്പുറത്ത് ഒരു പുസ്തകത്തിൻ്റെ പുറത്ത് ഈ മൊബൈൽ വെച്ചിട്ട് അതും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വളരെ ബുദ്ധിമുട്ടിയാണ് ചെറിയ ചില ഷോട്ടുകളൊക്കെ ചെയ്തത്. അത് മാത്രമല്ല, ഇതിൽ ബസ്സിൽ പോകുന്ന ഒരു സീനുണ്ട്. ആ ബസ്സിൽ പോകുന്ന സീൻ യഥാർത്ഥത്തിൽ അത് 3 ബസ്സാണ്. 3 ബസ്സാണ്. പിന്നെ ബസ് കാത്തിരിക്കുന്ന ഒരു സീൻ, അത് കഴിഞ്ഞിട്ട് ഈ ബസ്സിൻ്റെ അകത്ത് കയറുന്ന ഒരു സീനുണ്ട്. അതുപോലെ ഇതിൽ സോൾ ഇരിക്കുന്ന, അതായത് ആത്മാവ് ഇരിക്കുന്ന ബസ്സുണ്ട്. അപ്പോൾ ഈ 3 ബസ്സിൽ ഷൂട്ട് ചെയ്തിട്ടാണ് അത് ഒരു ബസ്സാക്കി കഥയിൽ കാണിച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വന്നു ഷൂട്ട് ചെയ്യാൻ. സ്വാഭാവികമായി എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. റീടേക്കുകൾ വേണ്ടി വന്നു? റീടേക്കുകൾ അധികം വേണ്ടി വന്നിട്ടില്ല. കാരണം ഇത് 2 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. ഇതിൽ തന്നെ സോളും യുക്തിവാദിയും തമ്മിലുള്ള സംഭാഷണം വരുന്ന ബെഡ്റൂമിൽ വരുന്നൊരു സീനുണ്ട്. അതുപോലെ ഇങ്ങനെ നടന്നു പോകുന്ന സീനാണ് ഇതിൻ്റെ മർമ്മപ്രധാനമായ സെൽഫി എന്നാണ് എല്ലാവരും വിലയിരുത്തിയത്. ആ നടന്നു പോകുന്ന സീനിലെല്ലാം കണ്ടിന്യൂ പോസ് അടിച്ചാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പിന്നെ യുക്തിവാദിയുടെ സംഭാഷണം അല്ലെങ്കിൽ യുക്തിവാദിയുടെ വേഷം കഴിഞ്ഞ ഉടൻ തന്നെ മൊബൈൽ ഫോൺ കണ്ടിന്യൂ ചെയ്ത് വെച്ചിട്ട് പിന്നെ സോളിൻ്റെ ഡ്രസ്സ് ധരിക്കുകയും സോളിൻ്റെ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ മാറ്റുകയും ചെയ്തതിന് ശേഷം അവിടെ ചെന്ന് സോളായിട്ട് അഭിനയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യുക്തിവാദിയായും സോളായും കണ്ടിന്യൂ പോസ് അടിച്ചാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ബസ്സിൽ വരുന്ന സീൻ മാത്രം പിന്നീട് വേറെ ദിവസം ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ചേർക്കുകയായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം ഡബിങ് തന്നെ ആയിരുന്നിരിക്കും അല്ലേ? അതെ, ഡബ്ബിംഗ് ആണ്. മൊബൈൽ ഫോണിലാണ് ഡബ്ബിങ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈശാഖ് മേൽപ്പാടൻ ഒരു സുഹൃത്തിൻ്റെ ആ പുള്ളിയുടെ സാംസങ് ഡൂസ് എന്ന് പറയുന്ന ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടിരുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് അതിൽ ഡബ്ബിങ്, അതുപോലെ എഫക്ട്സ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം അതിലാണ് ചെയ്തത്. 2013 മാത്രം കടന്നുകൂടിയ ഒരു വാക്കാണ് സെൽഫി. ഒരു പക്ഷേ ഇത്രയും പ്രചാരം കിട്ടിയൊരു വാക്കും അടുത്തിടെ വേറൊന്നും ഉണ്ടാകില്ല. ഒരു പക്ഷേ ഈ ഒരു പ്രചാരം തന്നെയാണോ ഈ ഒരു മാധ്യമം തിരഞ്ഞെടുക്കാൻ പ്രധാനമായും പ്രേരിപ്പിച്ചത്? അതെയാണ് സ്വാഭാവികമായിട്ടും. കാരണം സെൽഫി എന്ന് പറയുന്നത് ഇന്നൊരു പിന്നെ ചർച്ചാ വിഷയമായ വാക്ക് തന്നെയാണ്. ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണമായാലും മരണമായാലും എല്ലാം ഇന്ന് സെൽഫി കൊണ്ട് ആഘോഷിക്കുകയാണ്. ഒരു ഫേസ്ബുക്കിൽ ഞാൻ കണ്ട ഒരു വാർത്തയാണ്, മരിച്ചു കിടക്കുന്ന അച്ഛൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മകൻ്റെ ഒരു സെൽഫി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോട്ടോസും കണ്ടായിരുന്നു. ശ്രീലങ്കയിലോ മറ്റുമാണ് സംഭവിച്ചത് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ സെൽഫി എന്ന് പറയുന്നത് ഇന്നൊരു ചർച്ചാ വിഷയമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് സെൽഫി ആയിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചു. എന്നാലും ഇത്രയും ജനപ്രീതി ആർജിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ശ്രദ്ധിക്കപ്പെടുമോ എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിൽ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് പ്രശസ്തനായ സംവിധായകൻ ശ്രീ ഷാജോൻ കരിയാൽ സാർ, വടക്കുംനാഥനൊക്കെ എടുത്ത, അതുപോലെ ഒരാൾ പൊക്കം എന്ന് പറയുന്ന മൂവി എടുത്ത പിന്നെ ഡയറക്ടർ സനൽകുമാർ ശശിധരൻ, അതുപോലെ ഫ്ലൈംസ് ആൽബം, ഇപ്പോൾ നിലാവ് എന്ന് പറയുന്നത് നല്ല പ്രശസ്തമായ ഒരു ആൽബം ചെയ്ത ഡോക്ടർ ഗൗരി ലക്ഷ്മി, അതുപോലെ സാൻജയ് വിഷൻ എഡിറ്റർ സൂര്യപ്രകാശ്. അപ്പോൾ ഇതുപോലെ പ്രശസ്തരായ ഒരുപാട് പേര് FB-യിലൂടെയും എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടും നല്ല അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളും നിർദ്ദേശങ്ങളുമാണ് തരുന്നത്. അനസ് പറഞ്ഞതുപോലെ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ, എങ്കിലും ചില ആശങ്കകളുമുണ്ട്. അതായത് മരണത്തിനും ഇതൊരു വിനോദമായി മാറുന്ന ചില കാഴ്ചകൾ, ചില അപകടം നടക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനപ്പുറം സെൽഫി എടുക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്ന ഒരു മനോഭാവം മലയാളികളുടെ. ഒപ്പം തന്നെ 15 തവണ സെൽഫി എടുത്ത് പരാജയപ്പെട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങിയ ഒരു കൗമാരക്കാരന്റെ പശ്ചാത്തലം, ജീവിതാവസ്ഥ, ഇത്തരം ഒരു പ്രവണതകൾ, ഇതിലൊരു സന്ദേശം എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഇത്തരം നെഗറ്റീവായ പ്രവണതകൾക്കെതിരെ?
സെൽഫി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഒരു പുള്ളിക്കാരൻ പിന്നെ എൻ്റെ ഇമെയിലിലേക്ക് അയച്ചതാണ്. എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാജൻ കോരാണിയോ എന്തോ മറ്റാണ് പേര്. പുള്ളി അയച്ചത് ഇങ്ങനെയാണ്: താങ്കളുടെ ഷോർട്ട് ഫിലിം കണ്ടു, ഇത്രയും നാൾ വരെ സെൽഫി എന്ന വാക്ക് ഒരു യൂസ്ലെസ് വേർഡായിട്ട് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ, പക്ഷേ താങ്കളത് മാറ്റി എന്ന് വേണം കരുതാൻ എന്നാണ്. അത് വായിച്ചപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം സെൽഫി ഒരു യൂസ്ലെസ് വേർഡായി മാറിക്കൊണ്ടിരിക്കുന്ന സെൽഫി ഉപയോഗിച്ച് മനസ്സിലെ ആശയം വെച്ചുകൊണ്ടൊരു പിന്നെ ഷോർട്ട് ഫിലിം ആക്കാൻ പറ്റി എന്ന് പറയുന്നതിൽ ഞാൻ എന്തായാലും അഭിമാനിക്കുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കളും. നേരത്തെ അനസ് പറഞ്ഞതുപോലെ ഷാജൂൺ കരിയാൾ ഒരുപക്ഷെ മലയാളിക്ക് ഒരുപിടി നല്ല സിനിമകൾ, നീലഗിരിയും അടക്കം അവനാഴിയും അടക്കം അനേകം സിനിമകൾ നൽകിയ ഷാജൂൺ കരിയാൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ദൃശ്യഭംഗി കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ. അദ്ദേഹം ഈ ഒരു സെൽഫിയിൽ ഉള്ള ഷോർട്ട് ഫിലിം കണ്ടിട്ട് അഭിനന്ദിക്കുമ്പോൾ താങ്കളുടെ ഉള്ളിൽ ഒരു ത്രെഡ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കണം. സ്വാഭാവികമായും ഇതിൽ നിന്ന് മാറി സിനിമാ മേഖലയിലേക്കോ മറ്റേതെങ്കിലും രംഗത്തിലേക്ക് മാറാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് അഭിനയവും അതുപോലെ ഈ സംവിധാനമൊക്കെ എന്നിലുണ്ട്. പക്ഷേ ജ്യേഷ്ഠനായ അബ്ദുൽ വാഹിദ് പഴയകാല ഒരു മിമിക്രി കലാപ്രവർത്തകനായിരുന്നു, അപ്പോൾ അത് ഒഴിച്ചാൽ പറയത്തക്ക കലാപാരമ്പര്യമൊന്നും എനിക്കില്ല. പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മിമിക്രി, മൈം, മോണാക്ട്, നാടകം പോലെയുള്ള കലാപരിപാടികളിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, സമ്മാനവും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജില്ലാതലത്തിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഷോർട്ട് ഫിലിം രംഗത്തേക്ക് വരുന്നത് ആദ്യമായിട്ട് വരുന്നത് തിരക്കഥ എഴുതിക്കൊണ്ടാണ്. പൂർണ്ണവിരാമം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ട്, ഒരു ഷോർട്ട് ഫിലിമിന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടാണ് ഈ രംഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ അത് പേര് പോലെ തന്നെ പൂർണ്ണവിരാമത്തിലായി പോവുകയാണ് ചെയ്തത്. കാരണം അതിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഫിനാൻഷ്യലി പ്രോബ്ലം വരികയും അതിൽ പിന്നെ വേറൊരു കുറച്ച് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. അപ്പോൾ അവരത് പിന്നെ ഫിനാൻഷ്യലായി പ്രോബ്ലം വരികയും നിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഈ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് മദ്യപാനവും പുകവലിയും അങ്ങനെയൊക്കെയുള്ള സ്കൂൾ കുട്ടികൾ അതിലേക്ക് വഴിതെറ്റുന്നു. അപ്പം അത് കണ്ടിട്ട് അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സ്ക്രിപ്റ്റ് ഒരുക്കുകയും പിശാചും കുട്ടിയും എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. അത് ഞാൻ വേറൊരു പിന്നെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി കൊടുത്തു. അവർ ചെയ്തോന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അർജുൻ വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയിൽ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൽ എൻ്റെ പിന്നെ സ്ക്രിപ്റ്റ് അവരെല്ലാം പിന്നെ ശരിയായിട്ടുണ്ട്, അപ്പോൾ എന്നോടൊന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് അഭിനയിക്കാൻ നിർബന്ധിതനായി തീരുകയും അഭിനയിക്കുകയും ചെയ്തു. അതിൽ സ്വാഭാവികമായിട്ടും ഒരു 2 ഗെറ്റപ്പിൽ വരുന്നൊരു കഥാപാത്രമാണ്, നായകനാണതിൽ. പക്ഷേ ഒരു പ്രേക്ഷകർ വേണ്ടത്ര നല്ലതുപോലെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ പ്രേക്ഷകർ കൂടുതലും എൻ്റെ സുഹൃത്തുക്കൾ, സ്വന്തം എൻ്റെ നാട്ടുകാർ തന്നെയാണ് കൂടുതൽ വിമർശിച്ചത്. ഞാറമൂടല്ല എൻ്റെ നാട്, തേമ്പാമൂടാണ്. അപ്പോൾ തേമ്പാമൂടിലുള്ള സുഹൃത്തുക്കളാണ് കൂടുതലായിട്ടും അത് വിമർശിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയെങ്കിലും ഇങ്ങനെയുള്ളൊരു വിമർശനം മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ സെൽഫി വിത്ത് സോൾ എടുത്തത്. കലാപാരമ്പര്യം ഒരു വലിയ ഘടകമല്ല. നേരത്തെ പറഞ്ഞ തേമ്പാമൂടാണ് നാടെങ്കിലും വെഞ്ഞാറമൂടിൻ്റെ ഒരു പ്രോത്സാഹനം. പറഞ്ഞ വാക്കുകളിലെല്ലാം ഒരു വെഞ്ഞാറമൂടുണ്ടായിരുന്നു. മാത്രമല്ല ARJ വെഞ്ഞാറമൂട് എന്ന പേരിലാണ്, ആ ഒരു ബാനറിലാണ് ഈ ഷോർട്ട് ഫിലിം ഇറക്കിയതും. സുരാജ് വെഞ്ഞാറമൂടടക്കം ദേശീയ പുരസ്കാര ജേതാവ് സുരാജ് വെഞ്ഞാറമൂടടക്കം ഒരുപാട് നിരവധി പ്രതിഭകളുള്ള നാടാണ് വെഞ്ഞാറമൂട്. അവിടെ ഒരു കലാപാരമ്പര്യം തന്നെയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ആ ഒരു നാടിന്റെ പിന്തുണ, ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് എന്തൊക്കെയാണ്? വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അതെനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ, കാരണം കലാപാരമ്പര്യം, കലാ ആസ്വാദകരുടെയും കലാകാരന്മാരുടെയും കലാകേന്ദ്രങ്ങളുടെയും നാടാണ് വെഞ്ഞാറമൂട്. അതുപോലെ ഞാൻ ഒരു പരൽ കോളേജ് അധ്യാപകനും കൂടിയാണ്, മലയാളം അധ്യാപകനും കൂടിയാണ്. അപ്പോൾ ഞാൻ വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ച് ഒരു 2-3 പരൽ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രവർത്തന മേഖല വെഞ്ഞാറമൂടാണ്. അത് മാത്രമല്ല, വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അവിടുത്തെ നാടകോത്സവമായാലും അതുപോലെ കലാ പരിപാടികളായാലും എല്ലാം കൊണ്ടും തന്നെ വെഞ്ഞാറമൂടിനോട് വളരെ ഒരു ഇഷ്ടമുണ്ട്. സ്വന്തം നാടായ തേമ്പാമൂട് എന്ന് പറയുന്ന ആ നാട് നൽകുന്ന പിന്തുണയെക്കാളും മാനസികമായ ഒരു പിന്നെ സപ്പോർട്ടിനെക്കാളും കൂടുതലും എനിക്ക് വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വെഞ്ഞാറമൂടിനോട് എത്ര ഇഷ്ടം. സെൽഫിയിൽ നിന്നും കലയിൽ നിന്നും മാറി അധ്യാപനത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ പറഞ്ഞു അധ്യാപകനാണെന്ന്, പ്രത്യേകിച്ച് മലയാള ഭാഷാ അധ്യാപകൻ കൂടിയാണ്. ഒരു വലിയ തലമുറയെ നല്ല കാലത്തിലേക്ക് നയിക്കേണ്ട ചുമതല കൂടിയുണ്ട്. എന്താണ് അവർക്ക് നൽകാനുള്ള ഉപദേശം? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവണത, ഇതിനിടയിൽ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്, ഉപദേശങ്ങൾ. എന്തൊക്കെയാണ് പുതിയ തലമുറയ്ക്ക് നൽകാനുള്ള ഉപദേശം? പുതിയ അങ്ങനൊരു ഉപദേശം നൽകാനൊന്നും ഒരാളൊന്നുമല്ല ഞാൻ. എങ്കിലും ഞാൻ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോടൊക്കെ പറയാറുണ്ട് ഇങ്ങനെയുള്ള ഇന്നത്തെ വഴിതെറ്റിപ്പോകുന്ന യുവത്വത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചെല്ലാം. അപ്പം നമ്മൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ചതിക്കുടികൾ നിറഞ്ഞ കാലഘട്ടമാണ്.
മുരുകൻ കാട്ടാക്കട സാറിൻ്റെ നെല്ലിക്ക എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത് പോലെ നന്മകൾക്കു നിറം കെടുന്നൊരു കാലമാണിത്, തിന്മകൾ നിറച്ചു പറഞ്ഞ ചന്തമാണ്. അപ്പോൾ ഇന്ന് നമ്മെ സ്വാധീനിക്കാൻ പല ഘടകങ്ങളുമുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ഏറെക്കുറെയാണെങ്കിലും സിനിമാ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്വാധീനങ്ങൾ, അതുപോലെ കുടുംബാന്തരീക്ഷം, അതുപോലെ പിന്നെ കൂട്ടുകാരുടേതായിട്ടുള്ള പ്രേരണകൾ, പിന്നെ മൊബൈൽ ഫോൺ പോലെയുള്ള അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് നൽകുന്ന ഒരു സ്വാധീനം, ഇതൊക്കെ പലപ്പോഴും കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ സ്വയം സൂക്ഷിക്കുക, പത്രത്തിലോ ചാനലിലോ വരേണ്ട ഒരു കോളം വാർത്തയായിട്ട് മാറാതിരിക്കുക എന്നാണ് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മലയാളം ഭാഷാ അധ്യാപകനാണെന്ന് പറഞ്ഞു കുട്ടികൾക്ക് പലപ്പോഴും കവിതകൾ ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ടായിരിക്കും. ഏതായാലും നല്ലൊരു കവിത ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കും. അയ്യോ, കവിത ഞാൻ അങ്ങനെ അധികം അങ്ങനെ ചൊല്ലാറില്ല, ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. എങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു കവിത രണ്ടുപേരും ഒന്ന് പാടാൻ ചൊല്ലാമെന്ന് പറയുന്നില്ല, ഒന്ന് പറയാം. ഇരൻ കക്കാട് സാറിൻ്റെ സഫലമി യാത്ര എന്ന് പറയുന്ന കവിതയിൽ വളരെ മനോഹരമായ വരികളുണ്ട്. അതിൻ്റെ അവസാനത്തെ വരികളാണത്. അത് ഒരു പ്രണയത്തിൻ്റെ തീവ്ര വരികളാണെങ്കിലും പിന്നീട് അത് സൗഹൃദത്തിൻ്റെ വരികളായിട്ടൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ഓട്ടോഗ്രാഫിൻ്റെ താളുകളിലൊക്കെ കുട്ടികൾ എഴുതി കൊണ്ടുപോവുകയും ചെയ്യാറുള്ള വരികളാണ്. ചൊല്ലുന്നില്ല, അത് പറയാം. കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം, നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വളരെയധികം നന്ദി അനസ് റഹീം. നമസ്തേ കേരളത്തിൽ അതിഥിയായി എത്തിയതിന്, എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്കളുടെ എല്ലാ സംരംഭങ്ങൾക്കും ഇനിയും പൂർണ്ണതയുണ്ടാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണ വിരാമമാകാതെ പൂർണ്ണമായും അത് നടപ്പിലാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എന്തായാലും ഇങ്ങനെ ഒരു ജയ്ഹിന്ദ് ചാനലിൽ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജയ്ഹിന്ദ് ചാനലിലും എൻ്റെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.